ദേശീയ കായിക ദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് കായിക വിനോദമായ ഹോക്കിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻ ചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദരസൂചകമായാണ് ധ്യാൻ ചന്ദ് ജനിച്ച 1905 ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം, അർജുന പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം തുടങ്ങിയ ദേശീയ കായിക പുരസ്കാരങ്ങൾ ദേശീയ കായിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് സമ്മാനിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്ക് തുടർച്ചയായി 1928, 1932, 1936 എന്നീ ഒളിമ്പിക്സിൽ ഹോക്കി സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ടീമിലെ സുപ്രധാന കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ്. 1905 ഓഗസ്റ്റ് 29 അലഹാബാദിൽ ജനിച്ചു. 1928 ധ്യാൻ ചന്ദ് ഒളിമ്പിക്സിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഹോക്കി കളിയിലെ ഒരു മാന്ത്രികനായാണ് ഹോക്കി പ്രേമികൾ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. ധ്യാൻ ചന്ദ് യുഗം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. 1936 ഒളിമ്പിക്സിൽ ജർമ്മനിയെ ഇന്ത്യ തോൽപ്പിച്ച ദിനത്തിൽ ഹിറ്റ്ലർ നൽകിയ ഒരു അത്താഴ വിരുന്നിൽ ധ്യാൻ ചന്ദ് സംബന്ധിച്ചു. ഇന്ത്യൻ കരസേനയിൽ ലാൻസ് കോർപ്പറൽ ആയിരുന്ന ധ്യാൻ ചന്ദിന് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കണമെന്ന വ്യവസ്ഥയിൽ ജർമ്മൻ ആർമിയിൽ കേണൽ പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ ധ്യാൻ ചന്ദ് അത് നിരസിച്ചു. ഇന്ത്യൻ സർക്കാർ സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹത്തിന് മേജർ പദവി നൽകുകയും 1956 പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഹോക്കി പ്രതിഭ. ഗോളടിക്കുന്നതിലുള്ള മിടുക്കും കഴിവും അദ്ദേഹത്തെ എക്കാലത്തെയും മികച്ച ഹോക്കി താരമാക്കി മാറ്റി. 1948 അദ്ദേഹം അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. മത്സരത്തിനിടയിൽ ഗോളടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പരാതിയുമായി റഫറിയെ സമീപിച്ചു. ഗോൾ പോസ്റ്റിന്റെ അളവ് തെറ്റാണെന്ന് അറിയിക്കുകയും അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് പരിശോധിക്കുകയും ആ വാദം ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. കായിക ലോകത്തിന് ഉദാത്തമായ മാതൃക നൽകിയ ധ്യാൻ ചന്ദ് 1979 ഡിസംബർ 3 അന്തരിച്ചു. പരിമിതികളെ അതിജീവിച്ചും സൗകര്യങ്ങളെ ഉപയോഗിച്ചും ഇന്ത്യൻ കായിക മേഖലയെ ലോകത്തിൻ്റെ നെറുകിൽ എത്തിക്കാൻ പ്രയത്നിക്കുന്ന ഏവർക്കും ആശംസകൾ. അദ്ദേഹത്തിൻ്റെ ഒളിമ്പിക്സ് ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ ഹോക്കി മത്സരരംഗം. ആതിഥേയരായ അമേരിക്കൻ ടീം ഭാരതത്തെ നേരിടുകയാണ്. ആ വാശിയേറിയ മത്സരം കാണാൻ ധാരാളം സ്പോർട്സ് പ്രേമികൾ എത്തിയിട്ടുണ്ട്. കളി ആരംഭിച്ചു. കാണികളുടെ ഇടയിൽ നിന്ന് ആർപ്പുവിളികൾ ഉയർന്നു. അവർ നൽകിയ പ്രോത്സാഹനത്തോടൊപ്പം ഉണർന്നു കളിക്കാൻ അമേരിക്കൻ കളിക്കാർ കിണഞ്ഞു ശ്രമിക്കുകയാണ്. പക്ഷേ ഭാരത ടീമിൻ്റെ ആക്രമണത്തെ ചെറുത്തു നിർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഗോൾ വലയിൽ തുരുതുരാ ഗോളുകൾ വീണുകൊണ്ടിരുന്നു. കളിയുടെ പകുതി സമയമായി. റഫറിയുടെ വിസിൽ മുഴങ്ങി. പെട്ടെന്ന് കുറേ അമേരിക്കൻ കളിക്കാർ ഓടി വന്നു റഫറിയെ വളഞ്ഞു. അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. റഫറി കാര്യം അന്വേഷിച്ചു. ഭാരതത്തിൻ്റെ ആക്രമണ നിരയിൽ കുന്തമുനയായി കളിച്ച കറുത്തു കുറുകിയ ഒരു കളിക്കാരൻ്റെ ഹോക്കി സ്റ്റിക്കിനെ പറ്റി അവർ പരാതി പറയുകയാണ്. അയാളുടെ ഹോക്കി സ്റ്റിക്കിന് എന്തോ മാന്ത്രിക ശക്തിയുണ്ട്. അത് വെച്ച് കളിക്കുവാൻ അയാളെ അനുവദിക്കരുത്. അതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. റഫറി അത്ഭുതപ്പെട്ടു പോയി. ഇത്ര വിചിത്രമായ ആവശ്യമോ? അമേരിക്കക്കാർ സംശയിച്ചതിൽ അത്ഭുതമില്ല. പകുതി സമയത്തിനകം തന്നെ അമാന്ത്രിക വടിയിൽ നിന്ന് 5 ഗോളുകളാണ് അമേരിക്കൻ ഗോൾ വലയ്ക്കകത്തേക്ക് പാഞ്ഞു കയറിയത്. ലോകം അംഗീകരിച്ച അളവുകൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ലെന്ന് റഫറി എങ്ങനെ പറയും? അയാൾ അമേരിക്കൻ കളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരുണ്ടോ വഴങ്ങുന്നു? അങ്ങനെ വിഷമിച്ചു നിന്ന റഫറിയുടെയും പതറി നിന്ന അമേരിക്കൻ കളിക്കാരുടെയും ഇടയിലേക്ക് ആ മന്ത്രവടിയുടെ ഉടമാത ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നു. ഈ കുഴങ്ങിയ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചു എന്ന മട്ടിലാണ് അയാളുടെ വരവ്. ചിരിച്ചുകൊണ്ട് തന്നെ അയാൾ പരിഹാരമാർഗം നിശ്ചയിച്ചു. അടുത്ത പകുതിയിൽ തൻ്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് അമേരിക്കൻ കളിക്കാരിൽ ആരെങ്കിലും ഒരാൾ കളിക്കട്ടെ. അയാളുടെ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് താനും കളിച്ചുകൊള്ളാം. ഇതായിരുന്നു നിർദ്ദേശം. എല്ലാവർക്കും തൃപ്തിയായി. നല്ല പരിഹാരമാർഗം. റഫറിക്കോ വളരെ സന്തോഷം തോന്നി. അങ്ങനെ സ്റ്റിക്കുകൾ കൈമാറുകയും ചെയ്തു. വീണ്ടും കളി ആരംഭിച്ചു. ആ കുറിയ കളിക്കാരൻ ആക്രമണ നിരയിൽ ഒരു കൊടുങ്കാറ്റഴിച്ചു വിട്ടു. അയാൾ തന്നെ വീണ്ടും ഗോളുകൾ അടിച്ചു കയറ്റുന്നു.
ഒന്നല്ല, രണ്ടല്ല, 3 ഗോളുകൾ. തുടരെ ഗോൾ കയറിയപ്പോൾ അമേരിക്കൻ കളിക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആ വടിയല്ല പ്രശ്നം, അയാളാണ് ആ കളിക്കാരൻ. അയാളൊരു ഹോക്കി മാന്ത്രികൻ തന്നെ. കളി അവസാനിപ്പിച്ചപ്പോൾ ഭാരതം അമേരിക്കയെ 24-1 എന്ന ക്രമത്തിൽ തോൽപ്പിച്ചിരുന്നു. ഒളിമ്പിക്സ് ഹോക്കിയുടെ ചരിത്രത്തിൽ അത് ഇന്നും ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു. അതിൽ 8 ഗോളുകളും അടിച്ചത് മന്ത്രവടിയുടെ ഉടമയായി അമേരിക്കക്കാർ ചിത്രീകരിച്ച കളിക്കാരനായിരുന്നു മേജർ ധ്യാൻചന്ദ്. ലോകത്തെ മുഴുവൻ സ്വന്തം ഹോക്കി പാടവം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മാന്ത്രിക കളിക്കാരൻ. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഭാരതം ആദ്യമായി ഫൈനലിൽ കടന്നു. ഏറ്റുമുട്ടേണ്ടത് ആതിഥേയ ടീമായ ഹോളണ്ടിനോടായിരുന്നു. നിർഭാഗ്യവശാൽ ഭാരത ടീമിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 5 കളിക്കാർക്ക് അസുഖവും അവശതയും. അവർക്കാർക്കും കളിക്കാനാകുമായിരുന്നില്ല. അക്കൂട്ടത്തിൽ ധ്യാൻചന്ദും ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടുകാരുടെ പ്രോത്സാഹനത്തോടെ വീറിലും വാശിയിലും കളിക്കുന്ന ഹോളണ്ട് ടീമിനെ എങ്ങനെ തടഞ്ഞു നിർത്താനാകും? ആദ്യമായി ഹോക്കിയിൽ സ്വർണം നേടാൻ കിട്ടിയ അവസരം എങ്ങനെ ഫലപ്രദമാക്കും? കളിക്കാർക്ക് ആത്മധൈര്യം നഷ്ടപ്പെട്ടു. മുറിയുടെ മൂലയിൽ ശരീരമാകെ ചുട്ടുപൊള്ളി മൂടിപ്പുതച്ച് കിടക്കുകയായിരുന്നു ധ്യാൻചന്ദ്. പെട്ടെന്ന് അദ്ദേഹം കിടക്കയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. മാതൃരാജ്യത്തിൻ്റെ യശസ് ഉയർത്തിക്കാട്ടാൻ ആ ധീരനായ പടയാളി കളിക്കിറങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലിറങ്ങാൻ ധ്യാൻചന്ദ് തയ്യാറായി. അചഞ്ചലമായ വിശ്വാസ പ്രകടനം കണ്ടപ്പോൾ മറ്റ് കളിക്കാർക്കെല്ലാം ആത്മധൈര്യം വീണ്ടു കിട്ടി. അതുല്യമായ പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. 3-0 ഹോളണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യ ഹോക്കിയിലെ ആദ്യ ഒളിമ്പിക്സ് സ്വർണം നേടി. ധ്യാൻചന്ദിൻ്റെ ആവേശവും രാജ്യസ്നേഹവുമായിരുന്നു അതിനെ സഹായിച്ചത്. നമസ്തേ. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനത്തിൽ ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിലെ എല്ലാ കൊച്ചുമിടുക്കികൾക്കും കായിക ദിനാശംസകൾ. നമസ്തേ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഹാൻഡ്ബോൾ പ്ലെയറാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനത്തിൽ CNN ഗേൾസ് LP സ്കൂളിലെ എല്ലാ കൊച്ചുമിടുക്കികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കായിക ദിനാശംസകൾ. താങ്ക് യു. CNN ഗേൾസ് LP സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ദേശീയ കായിക ദിന ആശംസകൾ. കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു ഈ അടുത്തൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്പോർട്സിനെ സിലബസിന്റെ ഒരു ഭാഗമാക്കണമെന്നും സ്പോർട്സും അഭ്യസിക്കേണ്ട ഒരു വിദ്യ തന്നെയാണെന്നും ഒരിക്കലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന രീതിയിൽ മാറ്റി നിർത്തേണ്ട ഒന്നല്ല സ്പോർട്സ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഷൂട്ടിംഗ് സ്പോർട്സിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കുറിച്ചിടേണ്ട വാക്കുകൾ: നിങ്ങൾ ഒരിക്കലും ഒരു എതിരാളിയോടല്ല മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ്, നിങ്ങളുടെ ഉയർന്ന നിലവാരത്തോടാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ വിജയത്തിന്റെ സന്തോഷം ലഭിക്കുന്നത്. ഈ കായിക ദിനത്തിൽ എല്ലാ കായിക താരങ്ങൾക്കും CNN ഗേൾസ് LP സ്കൂളിന്റെ ആശംസകൾ നേരുന്നു. ശരി, നമുക്ക് ഹോക്കി കളിച്ചാലോ? ഹോക്കി ശീഘ്രം